സൈബർ ആക്രമണത്തിന് ഷിയാസിന്റെ മറുപടി വൈറൽ. ബീഫ് വിഷയത്തിൽ ഷിയാസിനെ കടന്നാക്രമിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികളെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു. ഷിയാസിന്റെ മറുപടി കേൾക്കണം. ഓരോ ഇന്ത്യക്കാരനും അഭിമാനം തോന്നുന്ന മറുപടി. ഷിയാസിന് സല്യൂട്ട്. യഥാർത്ഥത്തിൽ ഷിയാസ് തമാശയ്ക്ക് അനുമോളോട് ബീഫ് കഴിക്കുമോ, നീ ഡയറ്റ്, അപ്പൊ അനുമോള് കഴിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ അനുമോളോട് പറഞ്ഞു ഡയറ്റ് ആണെന്ന് അനുമോള് പറഞ്ഞു. അപ്പോ ഷിയാസ് പറഞ്ഞു നീ ഡയറ്റ് ആണോ അതോ BJP ആണോ? തികച്ചും തമാശയ്ക്ക് പറയുന്ന ഒരു ഡയലോഗിനെ ചില മാധ്യമങ്ങൾ ഷിയാസ് ബീഫ് കഴിക്കാൻ നിർബന്ധിച്ചു, നീ പോർക്ക് കഴിക്കുമോ എന്നൊക്കെ പറഞ്ഞ് തികഞ്ഞ എന്താ പറയുന്നത് ആക്രമണത്തിന്റെ സ്വഭാവത്തിൽ തീവ്ര ഹിന്ദുത്വവാദികൾ കടന്നാക്രമിച്ചു. ഈ അവസരത്തിൽ നമ്മൾ സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ ബീഫ് ഈറ്റിങ്ങിനെ കുറിച്ച്, ബീഫ് കഴിക്കുന്നതിനെ കുറിച്ച്, നോൺ വെജിറ്റേറിയൻസിനെ കുറിച്ച് പറഞ്ഞ് എന്താന്ന് പഠിക്കാം. പ്രത്യേകിച്ച് ഹിന്ദുത്വവാദികൾ കേട്ടു പഠിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലെ തീവ്ര ഹിന്ദുത്വവാദികൾ സ്വാമി വിവേകാനന്ദനെ കേട്ടു പഠിക്കേണ്ടതാണ്. വിവേകാനന്ദ സ്വാമി പറഞ്ഞത് എന്താ അറിയാമോ? വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, നിങ്ങൾ, അതായത് ഒരു നൂറ്റാണ്ട് മുമ്പ് പറയുകയാണ്, നിങ്ങളിൽ ചിലർ ഈ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാവൂന്ന ആശയം അടിച്ചേൽപ്പിച്ചതാണ് നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ വരെ കാരണം. ഇന്ത്യയുടെ അടിമത്തത്തിന് കാരണങ്ങളിൽ ഒന്ന് നിങ്ങളുടെ ഈ ഷോവനിസമാണ്, ഈ വെജിറ്റേറിയന്റെ പേരിൽ ബാക്കിയുള്ളവരെ അടിച്ചമർത്തുന്നതാണ് എന്ന് സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കാം. ഞാൻ വെജിറ്റേറിയൻ ആണ്, ഞാൻ ബീഫ് കഴിക്കാറില്ല. പക്ഷെ പ്രശ്നം ബീഫിന്റെയോ വെജിറ്റേറിയൻസിന്റെയോ പശുവിന്റെയോ പേരിൽ കൂടുള്ള ആരെയും ആക്രമിക്കാനുള്ളതല്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു തമാശ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ബീഫ് കഴിക്കാൻ കേരള സ്റ്റോറി 2 മോഡലിൽ നിർബന്ധിച്ചു എന്ന ഉളുപ്പില്ലാത്ത കള്ളം പറയരുതെന്നുള്ളതാണ്. അതുകൊണ്ട് ഷിയാസിന് സല്യൂട്ട്. നമുക്ക് ആദ്യം ഷിയാസിന്റെ പ്രതികരണം കാണാം, എന്നിട്ട് ഇതിന്റെ ദർശനം എന്താണെന്ന് സാക്ഷാൽ സ്വാമി വിവേകാനന്ദനിൽ നിന്ന് പഠിക്കാം. അപ്പൊ ആദ്യം ഷിയാസിന്റെ പ്രതികരണം ഏറ്റവും നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മനോരമയാണ്. ആ മനോരമ നമ്മൾ എടുത്തു പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, കേരളത്തിന്റെ പത്രമുത്തശ്ശിയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ സമുദായങ്ങളും വായിക്കുന്നത് മനോരമയാണ്. ഞങ്ങളുടെയെല്ലാം വീട്ടിൽ ഒരുപാട് കാലം മനോരമ മാതൃഭൂമിയാണ് വരുത്തുന്നത്. അതോടൊപ്പം മനോരമയ്ക്ക് വലിയൊരു എന്താ പറയണേ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ബേസും കൂടിയുള്ളൊരു പത്രമാണ്. അത് എടുത്തു പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, മനോരമ നമ്മുടെ എല്ലാവരുടെയാണ്. കാര്യം നമ്മുടെ പത്രമുത്തശ്ശിയാണ്. എന്നാൽ അതോടൊപ്പം ഷിയാസിനെ അടക്കം ശക്തമായി പിന്തുണച്ച് മനോരമയാണ് വന്നിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാര്യം നമ്മൾ എല്ലാ മതസമുദായങ്ങളിലെയും, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, എല്ലാ മതസമുദായങ്ങളിലെയും മിതവാദികൾ ഒരുമിച്ച് നിന്ന് നമ്മുടേതായ സമുദായങ്ങളിലെ തീവ്ര സ്വരക്കാരെ എതിർക്കണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് മനോരമ ഗംഭീരമായിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. ഷിയാസ് വന്ദേ മാതരം ഒക്കെ പറയുന്നത് വളരെ ഗംഭീരമായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. വന്ദേ മാതരമാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വന്ദേ മാതരം. എനിക്കൊന്ന് ഫൈറ്റർ എന്ന ഋത്തിക് റോഷൻ സിനിമയിലെ വന്ദേ മാതരമാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിരിക്കുന്നത്. അനുമോളോട് ഞാൻ ബീഫ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അനുമോള് നിൽക്കാനായിട്ടാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത് എന്ത്, ഈ BJP ജോയിൻ ചെയ്തോ, അതാണ് ബീഫ് കഴിക്കാത്ത. ഈ ഒരു ടോക്ക് ഉണ്ടാവാൻ കാരണം ഇവിടെയുള്ള BJP-കാരാണ്. ഞങ്ങൾ കൂട്ടുകാരന്മാരല്ലേ, എന്റെ പെരുമ്പാവൂര് എന്റെ കൂട്ടുകാരന്മാരിൽ ചോദിക്കുന്ന ഒരു ടോക്കാണത്. അത് ചോദിക്കാറില്ലെന്ന് തമാശക്ക് പറയുന്നതാണ്, അല്ലാതെ ആരും സീരിയസ് ആയി ബീഫ് കഴിപ്പിക്കാൻ വേണ്ടി പറയണമെന്നുമല്ല. നമ്മൾ തമാശക്കായിട്ട് നീ സംഖ്യയായോ എന്ന് തമാശക്ക് ചോദിക്കുന്ന രീതി ചോദിച്ചതാണ്. അല്ലാതെ ഹിന്ദു പെൺകുട്ടിയായ അനുമോളെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കാൻ മുസ്ലിം യുവാവായ ഷിയാസ് ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് വല്ലാത്ത ഉളുപ്പില്ലായ്മയാണ് കേട്ടോ, വല്ലാത്ത ഉളുപ്പില്ലായ്മയാണ്. ഒന്ന് മനസ്സിൽ നിന്ന് ഒന്ന് ചോദിക്കാറുണ്ടാവും. അത് ഫണ്ണാണ്. പിന്നെ അത് മീഡിയക്കാരിട്ടില്ല, എനിക്ക് വിഷയമില്ല. പിന്നെ പന്നിയിറച്ചി ഇല്ല, വേവിക്കാൻ നന്നായിട്ട് അതിൽ വേറെ ഉണ്ടാവും. വേറെ അത് വെന്താ മാത്രം വില പോകും. നല്ല കപ്പയിട്ടിട്ട് പന്നി ഒലത്തി കഴിച്ചല്ല അടിപൊളിയാണ്. നമ്മൾ പഠിച്ച കിതാബിൽ അത് കഴിക്കാൻ പാടില്ലാന്ന് ഖുറാനിൽ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ കഴിക്കാനേ, എന്നെ പിടിച്ച് കഴിക്കാത്ത എല്ലാ സാധനം ഞാൻ തിന്നുന്ന ആളാണ്. പിന്നെ കേസ് കോടതിയിൽ ദോഷമൊക്കെ ചെയ്ത് പിന്നെ ഞാൻ കുഞ്ഞു കൊച്ചിനൊന്നും പിടിച്ചിട്ട്, അതായത് ഷിയാസിനെതിരെ വന്നത് വ്യാജ പരാതിയാണ്. ഷിയാസിനെ അന്യായമായി ആക്രമിച്ചതാണ്, അത് വ്യാജ പരാതിയാണ്. അത് കോടതികളിലടക്കം ഷിയാസിന് അനുകൂലമായ സമീപനമാണ് എടുത്തതെന്ന് നമ്മൾ മറക്കരുത്. ഉള്ള കാലം വരെയും ഈ കേസ് ഉണ്ടാവും. മനസ്സിലാക്കിയോ? അതെ, ആർക്കും വേണ്ടി പെണ്ണുങ്ങൾക്ക് ലോയില് മുൻഗണന ഉള്ള കാലം വരെയും ഈ കേസ്. അത് മറ്റൊരു പുരുഷ കമ്മീഷന്റെ വിഷയമാണ്. അപ്പൊ ഇതിലേക്ക് കടക്കുന്നില്ല. കാരണം നമുക്ക് ഈ സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമുദായങ്ങളുടെ ഇടയിൽ മെച്ചപ്പെട്ട പാലങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഒരു കാര്യം ചിന്തിക്കുക, എന്റെ നിലപാടിൽ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം. ഇനി എന്റെ പേരില് എന്ത് പ്രശ്നം വന്നാലും, ഇനി ഞാൻ ജയിലിൽ പോകണമെന്ന്, ജയിലാണെങ്കിൽ പറഞ്ഞോളാം, ജയിലിൽ പോകണമെന്നാലും എനിക്ക് കുഴപ്പമില്ല. ഒരു രീതിയിൽ മാറ്റമില്ല. അപ്പൊ ജയിച്ചോ വന്ദേ മാതരം. ഞാൻ പ്രൗഡ് ടു സേ ഐ ആം ഇന്ത്യൻ. ഇത് എന്റെ ഇന്ത്യയാണ് 100%. നമ്മുടെ എല്ലാം ഇന്ത്യയാണ്. ഈ രാജ്യത്തോട് നമുക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഉണ്ട്. അത് ഇല്ലാതാക്കാൻ ഇന്നെ തീവ്ര ഹിന്ദുത്വവാദികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും തീവ്ര പ്രസംഗികളും ശ്രമിക്കുന്നത്.
ഈ രാജ്യം നമ്മുടെ എല്ലാവരുടെയുമാണ് എന്ന തിരിച്ചറിവിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. എന്റെ ഇന്ത്യ അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാത്. ഇനി എന്നെ സുഡാപ്പിയാക്കിയാലും കുഴപ്പമില്ല, എന്നെ ഇനി എന്താക്കിയാലും കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. ഹാപ്പി മൂമെന്റ്. ഷീസ് മൈ സിസ്റ്റർ അനുമോൾ. ഞങ്ങൾ തമ്മിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നുമില്ല, ഞങ്ങൾ ഒത്തൊരുമയുണ്ട്. ഇവിടെ ഇനി എത്ര വലിയ സംഘപരിവാരം ഒന്ന് മതവിഭജിക്കാൻ നോക്കിയാലും ഇനി എന്ത് വർഗീയത ഉണ്ടാക്കിയാലും നടക്കൂല. വിരിയും കേരളത്തിൽ. അതാണ് ഇനി അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ ചില കാര്യങ്ങൾ പറയുന്നത്, അതുകൊണ്ട് മാത്രമാണ് മാറ്റിയത്. ഇത് പൊളിറ്റിക്സ് അല്ല. നമ്മൾ BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും മതസൗഹാർദ്ദം ആവശ്യമാണ്, ഒരുമ ആവശ്യമാണ്. ഇനി ഇത് കാണുന്ന ദൈവത്തെ ഓർത്ത് ഹിന്ദുത്വവാദികളോട് പറയാനുള്ളത്, സാക്ഷാൽ വിവേകാനന്ദനെ രാഹുൽ ഈശ്വർ പറയുന്നത് കേൾക്കണ്ട, സാക്ഷാൽ വിവേകാനന്ദൻ പറയുന്നത് കേൾക്കാമല്ലോ. വിവേകാനന്ദന്റെ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ വോളിയം 3 എവിടെയാണെന്നറിയോ? നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായ മധുരയിൽ സ്വാമി വിവേകാനന്ദൻ എന്ന് പ്രസംഗിച്ചതിന്റെ ഇതാണ്. ഇനി അദ്ദേഹം പറയുന്നുണ്ട്, there was a time in India where without eating beef no Brahmin could remain a Brahmin. അതായത് ഇന്ത്യയിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ബ്രാഹ്മണർ സ്വാഭാവികമായും സാർവത്രികമായിട്ടും ബീഫ് കഴിച്ചിരുന്ന ഒരു കാലഘട്ടം. പലപ്പോഴും നമ്മുടെ പഴയ ലിറ്ററേച്ചറിൽ, വേദങ്ങളിൽ വായിക്കാൻ കഴിയും, സന്യാസിയോ കിങ്ങോ രാജാവോ ഒരു വലിയ മനുഷ്യനോ വീട്ടിലോട്ട് വരുമ്പോൾ ദ ബെസ്റ്റ് ബുള്ളോക്ക് വാസ് കിൽഡ്. ഇതിനുശേഷം നമ്മൾ ഒരു അഗ്രികൾച്ചറൽ റേസായി കൂടുതൽ രൂപാന്തരപ്പെടുമ്പോൾ ഏറ്റവും മികച്ച ബുള്ളുകൾ അങ്ങനെ മരിക്കുന്നത് അനൈലേഷൻ ഓഫ് ദി റേസ് ആകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മുടെ വംശം ഇല്ലാതാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കൗവിനെതിരെ വന്നത്, അല്ലെങ്കിൽ കൗവിന്റെ കില്ലിങ്ങിനെതിരെ വന്നത്, എഗൻസ്റ്റ് ദ കില്ലിംഗ് ഓഫ് ദി കൗസ്. ഇനിയും അദ്ദേഹം എന്നിട്ട് അടുത്തതും അദ്ദേഹം പറയുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യം. ഞാൻ പശു ബീഫ് കഴിക്കുന്ന വ്യക്തിയല്ല, പശുവിൻ്റെ ഇത് കഴിക്കുന്ന വ്യക്തിയല്ല, പക്ഷെ അങ്ങനെ കഴിക്കുന്നവരുണ്ട്. ഗാന്ധിജി അത് തന്നെയാണ് പറയുന്നത്, പശു എനിക്ക് അമ്മയാണ്, പക്ഷേ ബീഫ് കഴിക്കുന്ന മുസ്ലിം സഹോദരനുണ്ട്, അവരെനിക്ക് സഹോദരങ്ങളുമാണ്. ഈ വ്യത്യസ്ത ഡയറ്ററി ഹാബിറ്റ്സ് വരും. ഈ ശരിക്കും ഒരർത്ഥത്തിൽ നോക്കിയാൽ ഖുറാനിൽ പോർക്ക് കഴിക്കരുതെന്ന് പറയുന്നത് പോലെ സാർവത്രികമായി നമുക്ക് ബീഫിനെ കുറിച്ച് അല്ലെങ്കിൽ പശുവിന്റെ ഏതെങ്കിലും ഇറച്ചിയെ കുറിച്ച് ഒരു പറച്ചിൽ പോലും ഇല്ല. പക്ഷെ എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിനെ വൈകാരികപരമായി മുതലെടുത്ത് ഹിന്ദു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാനാണ് ഈ ബീഫ് വാദികൾ നോക്കുന്നത്. ഇവർക്ക് പശുവിനോട് സ്നേഹമില്ല, ഹിന്ദുക്കളോട് സ്നേഹമില്ല, മുസ്ലിങ്ങളോട് സ്നേഹമില്ല, സ്പർദ്ധ ഉണ്ടാക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം. അതുകൊണ്ടാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ അവിടുത്തെ ഈ ഹിന്ദുത്വവാദികളായ നേതാക്കൾ ബീഫ് കഴിക്കുന്നവരാണ്. ഗോവയിൽ ബീഫ് കഴിക്കുന്നവരാണ്. എന്താ, ഗോവയിൽ അമ്മയല്ലേ പശു? ഗോവയെ മാത്രം വരുമ്പോൾ അമ്മയല്ലാതെ അമ്മായിയായി പശു മാറും? ഒന്നുമില്ല. ആ പശു എന്ന് പറയുന്ന ഏറ്റവും പയസായ മൃഗം. അതുകൊണ്ടാണ് ഗാന്ധിജി വലിയൊരു പശു സംരക്ഷകനായിരുന്നു. ഈ തീവ്ര ഹിന്ദുത്വവാദികൾ പലപ്പോഴും ജീവിതത്തിൽ പശുവിനെ സംരക്ഷിച്ചിട്ടില്ല, പശുവിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഗാന്ധിജി യഥാർത്ഥത്തിൽ പശു സംരക്ഷകനാണ്. എൻ്റെ സമർബതി ആശ്രമം ആ പശുക്കളുടെ പേരിൽ കൂടിയാണ് മേടിക്കുന്നതെന്ന് പറഞ്ഞ വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ ഗോശാല ഉണ്ടായിരുന്ന വ്യക്തിയാണ്, അതിനെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ്, നല്ല സനാതനി ഹിന്ദുവാണ്. എന്നാൽ തീവ്ര ഹിന്ദുത്വവാദികൾ പശുവിനെയും ബീഫിനെയും ഉപയോഗിച്ച് പരസ്പര വിരോധം ഉണ്ടാക്കിക്കാൻ നോക്കുന്നവർ മാത്രമാണ്. ഇനി അടുത്തത് വിവേകാനന്ദന്റെ അടുത്ത കോട്ട്, അത് വായിക്കേണ്ടതാണ്. വെജിറ്റേറിയൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, റാദർ ലെറ്റ് ദോസ് ബിലോങ്ങിങ് ടു ദ അപ്പർ 10, ബ്രാഹ്മണരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, ബ്രാഹ്മണർ, സവർണ ജാതികൾ, ഈ മേൽഭാഗത്ത് നിൽക്കുന്ന മുന്നോക്ക സമുദായക്കാരായ 10% ആൾക്കാർ, അവര് മാനുവൽ ലേബർ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി മറ്റും ചെയ്തല്ല പലപ്പോഴും അവർ ലൈഫിൽ റവന്യൂ നേടുന്നത്. അവർക്ക് മറ്റൊരു രീതിയാണ്, പ്രാർത്ഥന, പൂജ, അധ്യാപനം, പഠനം, ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസ് ആണ് കൂടുതൽ. അവർ തീർച്ചയായിട്ടും അത് ചെയ്തോട്ടെ, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ളവരെ ഫോഴ്സിങ് ഓഫ് വെജിറ്റേറിയനിസം, ബാക്കിയുള്ളവരിൽ ഈ വെജിറ്റേറിയനിസം അടിച്ചേൽപ്പിച്ചതാണ് ഈസ് വൺ ഓഫ് ദി കോസസ് ഫോർ ദി ലോസ് ഓഫ് അവർ നാഷണൽ ഫ്രീഡം. നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അടിമത്തത്തിന് കാരണം, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതിന്റെ കാരണം ഈ വെജിറ്റേറിയനിസം അടിച്ചേൽപ്പിച്ചതാണ് എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു സന്യാസിമാരിൽ ഒരാളായ സ്വാമി വിവേകാനന്ദനാണ്. അതുകൊണ്ട് എന്ത് കഴിച്ചു എന്ന പേരിൽ നമ്മൾ അടി കൂടണ്ട, എന്തെങ്കിലും കഴിച്ചോ എന്ന് നോക്കിയാൽ മതി. നമുക്ക് ഒരു പ്രത്യേക സാധനം താല്പര്യം, നമ്മൾ കഴിക്കണ്ട, ബീഫ് കഴിക്കണ്ട, പോർക്ക് കഴിക്കണ്ട. പശു നമുക്ക് വിശുദ്ധമായോണ്ടാണ് നമ്മൾ കഴിക്കാത്തത്. അല്ലെങ്കിൽ നമ്മളെന്ന് പറഞ്ഞാൽ വിശിഷ്യ ഹിന്ദുക്കളിൽ, ഇനി അതിലും വിശിഷ്യ ബ്രാഹ്മണ അടക്കമുള്ള സവർണ വിഭാഗങ്ങളിൽ പലരും കഴിക്കാത്തത് അതുകൊണ്ടാണ്. മുസ്ലിങ്ങൾ പന്നിയെ കഴിക്കാത്തത് അവർക്കത് ഹറാം ആയതുകൊണ്ടാണ്, വിശുദ്ധമല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിഷിദ്ധമായതുകൊണ്ടാണ്. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യരുത്. മുസ്ലിങ്ങൾക്ക് പന്നി പോലെ അല്ല നമ്മൾ ഹിന്ദുക്കൾക്ക് പശു വിശുദ്ധ മൃഗമായിട്ടാണ് കാണുന്നത്, പന്നിയെ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ പന്നിയും പശുവൊന്നും അല്ല, സ്പർദ്ധ ഉണ്ടാക്കാനും ഹിന്ദു മുസ്ലിം ക്ലാഷ് ഉണ്ടാക്കാനുമാണ് ഇവർ നോക്കുന്നത്. അതുകൊണ്ട് ഈ വൈറൽ മാസ് മറുപടി നൽകിയ ഷിയാസിന് സല്യൂട്ട്. ആ നിലപാടാണ് എന്നും ഇന്ത്യയിൽ വിജയിക്കേണ്ടത്. അത് തന്നെയാണ് മഹാത്മാഗാന്ധിയുടെയും സ്വാമി വിവേകാനന്ദന്റെയും ആത്മാവിനെ തൊട്ടറിഞ്ഞ നിലപാട്.